എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് 78,000 രൂപ സബ്സിഡി നൽകിക്കൊണ്ട് നമുക്കൊരു സോളാർ പാനൽ വെക്കാമെന്നൊരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്കീമിൻ്റെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്കും ആവശ്യം എത്ര രൂപയാണ് ഒരു 2 കിലോ വാട്ട് അല്ലെങ്കിൽ ഒരു 3 കിലോ വാട്ട് പാനൽ വെക്കുമ്പോൾ നമുക്ക് എത്ര രൂപ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും എന്നാണ് കൂടുതൽ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 1-2 കൊട്ടേഷനും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അത് ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് എത്ര രൂപയാണെന്നുള്ളത്, നമ്മുടെ ടാറ്റ സോളാർ എത്ര രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്, അതേപോലെ വാരിയുടെയോ അല്ലെങ്കിൽ വിക്രമിൻ്റെയോ അതേപോലെ അദാനിയുടെ എല്ലാം കമ്പനിയുടെ പാനൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എത്ര രൂപയാണ് കൊടുക്കുന്നതെല്ലാം നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിളും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പേ നമ്മളൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതായത് നമ്മളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വില കൂടിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടും നമുക്ക് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് പ്രൈസിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റുമല്ലേ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം നമ്മൾ വീട്ടിൻ്റെ ഒരു ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒരു സ്വിച്ച് വാങ്ങുകയാണെന്ന് വിചാരിക്കാം. അതായത് നമ്മളിപ്പോൾ GM അതുപോലെ തന്നെ ഗോൾഡ് മെഡൽ പോലെയുള്ള നോർമൽ ബ്രാൻഡുകളുടെ സ്വിച്ചും നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ക്രാബ്ട്രീയുടെ അല്ലെങ്കിൽ ലെഗ്രൻഡ് LNT പോലെയുള്ള കുറച്ചും കൂടി കോസ്റ്റ്ലി സാധനങ്ങളുടെ സ്വിച്ചും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരേ ആവശ്യം നമുക്ക് 2 രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇവിടെ ഈ ഒരു സോളാറിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ എന്താണ് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സോളാർ നമ്മുടെ വീട്ടിലേക്ക് വെക്കുന്ന സമയത്തും ഇവിടെയും നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഏത് പാനൽ വേണം, ഏത് കേബിൾ വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, അങ്ങനെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെയും നമുക്ക് ചോയ്സുകളുണ്ട്. അങ്ങനെ ചോയ്സുകൾ വരുമ്പോൾ എന്താണ് സംഭവിക്കുക, നമുക്കിവിടെ പ്രൈസ് ഡിഫറൻസും വരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ സോളാർ പാനൽ എന്ന് പറയുമ്പോൾ 2 തരം പാനലുകളാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് പോളി ക്രിസ്റ്റലൈൻ പാനലുകളും അതേപോലെ തന്നെ മോണോ ക്രിസ്റ്റലൈൻ പാനലുകളും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ സൈസിലാണ് ഒന്നാമത്തെ മെയിൻ വ്യത്യാസം വരുന്നത്. അതായത് മോണോ ക്രിസ്റ്റലൈൻ പാനലിനേക്കാളും കുറച്ചുകൂടി, അതായത് സെയിം കിലോ വാട്ടുള്ള സെയിം വാട്ടേജ് ഉള്ള പാനലുകൾ മോണോ ക്രിസ്റ്റലൈൻ പാനലിനെക്കാട്ടിലും കുറച്ചും കൂടി വലുപ്പം കൂടുതലുള്ളതായിരിക്കും പോളി ക്രിസ്റ്റലൈൻ പാനലുകൾ. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, പ്രൈസ് ഡിഫറൻസ് നോക്കുമ്പോൾ മോണോ ക്രിസ്റ്റലൈൻ പാനലുകൾ പോളി ക്രിസ്റ്റലൈൻ പാനലുകളെക്കാട്ടിലും കുറച്ചും കൂടി പ്രൈസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ, നമുക്കിപ്പോൾ പോളി ക്രിസ്റ്റലൈൻ പാനലുകൾ ഇപ്പോൾ ലോ ലൈറ്റ് കണ്ടീഷനിൽ, അതായത് ഇപ്പോൾ വളരെ ഏർലി മോർണിംഗ് അതുപോലെ ചെറിയ സൂര്യപ്രകാശമുള്ള സമയങ്ങളിലെല്ലാം കുറച്ചും കൂടി ബെറ്റർ പ്രൊഡക്ഷൻ തരുന്ന പാനലുകളാണ് മോണോ ക്രിസ്റ്റലൈൻ പാനലുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോണോ ക്രിസ്റ്റലൈൻ പാനലുകൾ കുറച്ചുകൂടി പ്രൈസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമ്മളിപ്പോൾ ഏത് പാനൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് നോക്കി നമ്മുടെ പ്രൈസ് ഡിഫറൻസ് വരുന്നതായിരിക്കും. അതേപോലെ തന്നെയാണ് ഇതിലെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇത് ഹാഫ് കട്ട് പാനൽ, അതേപോലെ ബൈഫേഷ്യൽ പാനൽ, അതേപോലെ ഹാഫ് കട്ട് മോണോപർക്ക് പാനൽ. അപ്പോൾ ഇങ്ങനെ ഇവിടെയും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും, പ്രൈസിലും കാര്യമായ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തൊട്ട് അയൽപ്പക്കത്തെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരാളുടെ വീട്ടിൽ അവിടെ 3 കിലോ വാട്ടിൻ്റെ പാനൽ വെച്ചപ്പോൾ ഇത്ര രൂപയല്ലേ വന്നുള്ളൂ, ഇതെന്താണ് നിങ്ങൾ ഇത്ര രൂപ എന്ന് നമുക്ക് നിങ്ങളുടെ വെൻഡേഴ്സിനോട് ചോദിക്കുന്നതിന് മുമ്പേ എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ഓരോ ആളുകളും. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി നമുക്കിതിൻ്റെ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ വില വ്യത്യാസം വരുന്ന ഒരു അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ട്രക്ചറാണ്. അതായത് ഇതിൻ്റെ ഫ്രെയിം. ഈ സോളാർ പാനൽ നമ്മളൊരു ഫ്രെയിമിലാണല്ലോ പിടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഫ്രെയിം പിടിപ്പിക്കുന്നത് എത്ര ഫ്രെയിം നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ വീടിൻ്റെ മുകളിൽ ഒരു പരന്ന പ്രതലമാണ്, അതായത് റൂഫ് ടോപ്പ് ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മിനിമം കോസ്റ്റിൽ നമുക്ക് ഈ സ്ട്രക്ചർ വർക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. എങ്കിൽ നേരെ മറിച്ച് നമ്മളൊരു ചെരിഞ്ഞ റൂഫ് ടോപ്പാണ്, അതല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുകളിലൊരു ട്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുള്ള ഒരു ഇതാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് കോസ്റ്റ് കൂടും. കാരണം നമ്മൾ അങ്ങോട്ട് കയറാനുള്ള കോണി, നമ്മൾ അങ്ങോട്ട് കയറാൻ കോണി വേണം. അതേപോലെ തന്നെ ഈ പാനലുകൾ നമുക്കറിയാമല്ലോ, നമ്മൾ മാസത്തിലൊരിക്കൽ 1-2 തവണ നമ്മൾ പാനൽ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്ത് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ നോർമൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്രതലാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്കിവിടെ കോസ്റ്റ് ഡിഫറൻസ് വരും. അതേപോലെ തന്നെയാണ് നമ്മൾ അതിനു വേണ്ടി ഈ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു സോളാർ പാനൽ നമ്മുടെ വീട്ടിൽ കണക്ട് ചെയ്യുന്നത് 1-2 കൊല്ലത്തിനല്ലല്ലോ, നമ്മളൊരു 20-25 കൊല്ലമാണ് അതിൻ്റെ പാനലും അതുപോലെ തന്നെ അതിൻ്റെ വാറണ്ടിയും ലൈഫും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും വർഷം മഴ പെയ്യുമ്പോൾ മഴയും നല്ല വെയിലാണെങ്കിൽ വെയിലെല്ലാം കൊണ്ട് നമ്മുടെ വീടിൻ്റെ പുറത്ത് ഇതിങ്ങനെ നിൽക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതിന് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ നമ്മളതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും ചെയ്യാനും വേണ്ടി ഉപയോഗിക്കണം. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, അത് തുരുമ്പെടുത്ത് പോകും. ഒരു 4 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്
തുരുമ്പെടുത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നല്ല ഫസ്റ്റ് ക്വാളിറ്റി GI പൈപ്പ് തന്നെ നമ്മളിതിന് ഉപയോഗിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഗേജ് കൂടിയ അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും ഇപ്പോൾ 0.16 mm ഒക്കെ നല്ല ഗേജ് കൂടിയ സാധനങ്ങൾ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മളിതിൻ്റെ ഫ്രെയിം വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കറിയാം GI പൈപ്പിൻ്റെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും, ഫ്രെയിം വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി GI മാറി നിങ്ങൾ വെറും അയൺ പൈപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആരും ചെയ്യാറില്ല, GI തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കാറ്. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ എല്ലാം ഇതിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആസ് എ കസ്റ്റമർ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, എന്ത് പാനലാണ് ഉപയോഗിക്കുന്നത്, ഏത് മെറ്റീരിയലാണ് ഇവർ സ്ട്രക്ചറിന് ഉപയോഗിക്കുന്നത്, ISI ക്വാളിറ്റി ഉള്ളതാണോ, ISI ഉള്ളതാണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊരു ഏവറേജ് കോസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് നമുക്കിപ്പോൾ 1 കിലോവാട്ട് പാനൽ നമ്മുടെ വീട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ മാർക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 70,000 രൂപയുടെയും 80,000 രൂപയുടെയും ഇടയിലുള്ളൊരു റേറ്റ് വെച്ചിട്ടായിരിക്കും നമുക്ക് എല്ലാ വെൻഡേഴ്സും തരാൻ പോകുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു 2 കിലോവാട്ടിൻ്റെ പാനലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പോൾ 70 വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് 1,40,000 രൂപയോളം നമുക്ക് അതിൻ്റെ മിനിമം കോസ്റ്റ് നമ്മൾ വെണ്ടർക്ക് കൊടുക്കേണ്ടതായി വരും. അപ്പോൾ ഇതിൽ നിന്നായിരിക്കും നമുക്കിപ്പോൾ 2 കിലോവാട്ട് പറയുമ്പോൾ നിലവിൽ നമുക്ക് 60,000 രൂപയാണ് സബ്സിഡി. അപ്പോൾ ഈ 60,000 രൂപ കുറച്ച് ബാക്കിയുള്ള തുകയായിരിക്കണം നമ്മൾ ഒരു 2 കിലോവാട്ട് വെക്കുന്ന ആൾ കൊടുക്കേണ്ടി വരിക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു 3 കിലോവാട്ടാണ് പാനൽ വെക്കുന്നതെങ്കിൽ നമുക്കൊരു മിനിമം വെച്ച് കണക്കാക്കുമ്പോൾ തന്നെ നമുക്ക് 2,40,000 രൂപയോളം നമുക്കതിൻ്റെ എക്സ്പെൻസ് വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഒരു 3 കിലോവാട്ട് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 78,000 ആണ് നമ്മുടെ സബ്സിഡി എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ചുള്ള തുകയായിരിക്കും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇതന്നെ നമ്മൾ പാനലുകളും വ്യത്യാസം വരുമ്പോൾ നമ്മളിപ്പോൾ നമുക്കിവിടെ ഒരു ടാറ്റയുടെ പാനലും അതുപോലെ വാരിയുടെയും അതുപോലെ അദാനിയുടെയും ഒരു കൊട്ടേഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതെന്താ വരുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മളൊരു 3 കിലോവാട്ടിൻ്റെ പാനൽ, 3 കിലോവാട്ട് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് 3 കിലോവാട്ട് കിട്ടില്ല. കാരണം നമ്മളിവിടെ 540 വാട്ട്സിൻ്റെ പാനലുകളാണ് ഉപയോഗിക്കുന്നത്. നമുക്കതിനെ കറക്റ്റ് 500 വാട്ട്സിൻ്റെ പാനലുകൾ അവൈലബിൾ അല്ല. അപ്പോൾ ഇത് നമുക്കൊരു 6 പാനലുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 3 പോയിൻറ്റ് സംതിങ് ആണ് നമുക്ക് വരിക. ഇവിടെ നമുക്ക് അദാനിയുടെയും അതുപോലെ തന്നെ വാരിയുടെയും പാനലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ ഇൻവേർട്ടർ എന്ന് പറയുന്നത് ഗ്രോവാട്ട് അല്ലെങ്കിൽ ഗുഡ്വി ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ DC-DB, AC-DB അതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ AC കേബിളിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ 4mm ആണ് ഇതിൻ്റെ DC കേബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ 4mm കേബിൾ ഇപ്പം നമുക്ക് ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട്, നമ്മുടെ ഇൻവേർട്ടറും അതുപോലെ തന്നെ നമ്മുടെ പാനലും തമ്മിൽ ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈ 4mm മതിയാവില്ല. നമുക്കത് കുറച്ചുകൂടി 6mm അല്ലെങ്കിൽ 8mm അങ്ങനെ കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേബിളിൻ്റെ ഏത് ബ്രാൻഡാണ് ഇവിടെ പോളി ക്യാബൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചിട്ട് എന്തുണ്ടാവും, ഇതിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രൈസ് നോക്കൂ. അതായത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 2,13,000 രൂപയാണ് ഇവിടെ ടോട്ടൽ കോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അദാനിയുടെയും വാരിയുടെയും പാനൽ വെച്ചിട്ട് ഈ ഗ്രോവാട്ടിൻ്റെ എല്ലാം ഇത് വെച്ച് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ സബ്സിഡി കഴിഞ്ഞ് കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത് 1,35 അപ്പോൾ ഇതൊരു ഏവറേജ് പ്രൈസിലാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നിങ്ങളൊരു 3 കിലോവാട്ടിൻ്റെ എല്ലാം പാനൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഈ റേറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരിക. ഇനി നമുക്ക് ടാറ്റയുടെ ഒരു പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം. ഇവിടെ ടാറ്റ ഉപയോഗിച്ചിരിക്കുന്നത് 525 വാട്ട്സിൻ്റെ മോണോപെർക്ക് ഹാഫ് കട്ട് പാനലാണ് ഉപയോഗിച്ചത്. അതും 6 എണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അവർ സ്ട്രിങ് ഇൻവേർട്ടർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രോവാട്ടിൻ്റെ അല്ലെങ്കിൽ ഗുഡ്വിയുടെയാണ്. ലൈറ്റ്നിങ് അറസ്റ്ററും AC-DB, DC-DB അങ്ങനെ ഇവർ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 2,26,000 രൂപയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസ്യൂമർ കൊടുക്കേണ്ട 78,000 കഴിഞ്ഞ് കൺസ്യൂമർ കൊടുക്കേണ്ട റേറ്റ് എന്ന് പറയുന്നത് 1,48,784 അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഓരോ കമ്പനിയായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്തും അവർ തരുന്ന കൊട്ടേഷൻസും കാര്യങ്ങളും നമുക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2-3 കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്ത് നമുക്ക് ഏറ്റവും റീസണബിൾ റേറ്റ് ആണ്, കുഴപ്പമില്ലാന്ന് തോന്നുന്ന മെറ്റീരിയൽസും പ്രൈസും നോക്കിയിട്ട് ഫിക്സ് ചെയ്യുക എന്താണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം. അതേപോലെ തന്നെ ഇവിടെ മൈക്രോ ഇൻവേർട്ടർ വെച്ചിട്ടും ടാറ്റ ചെയ്യുന്നുണ്ട്. അതായത് എൻഫേസിൻ്റെ മൈക്രോ ഇൻവേർട്ടർ വെച്ചിട്ട് ടാറ്റ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത് കാണാം. അപ്പോൾ ഈ എൻഫേസ് ഇൻവേർട്ടറിനെ കുറിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ എൻഫേസിനെ കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് എൻഫേസിൻ്റെ 8 എന്ന പുതിയ ഇൻവേർട്ടറാണ് ഇപ്പോൾ മാർക്കറ്റിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ളത്.
അത് വേൾഡിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഈ എൻഫേസ് ഉപയോഗിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. പ്രൈസ് കുറച്ച് കൂടുതലാണെന്നുള്ളത് മാത്രം അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ്. ബാക്കി എല്ലാം കൊണ്ടും എൻഫേസ് അഡ്വാൻറ്റേജ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ ഉണ്ട്, ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എൻഫേസ് വെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ 3 ലക്ഷത്തിൻ്റെ പുറത്തായിരിക്കും റേറ്റ് വരുന്നത്. അവിടെയും നമുക്ക് കൺസ്യൂമർ പ്രൈസ് കൊഴിഞ്ഞ് ബാക്കി 2,31,000, ഏകദേശം 1 ലക്ഷം രൂപയോളം ഡിഫറൻസ് ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ എൻഫേസ് ചെയ്യണം എന്നുള്ള ആളുകൾക്ക് ഈ രീതിയിലും ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ MNRE ത്രൂ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉള്ളത്. ഇതിനു മുമ്പ് നമ്മൾ KSEB ത്രൂ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കസ്റ്റമൈസേഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ ഏകദേശം റേറ്റ് എന്ന് വരുന്നത്. നമ്മളൊരു 70,000 വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്കൊരു 78,000 നമുക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്. എന്നാണ് ഇത് നിർത്തലാക്കുക എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സോളാർ വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും എത്രയും വേഗം അതിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്ത് നമുക്ക് ആ ഒരു സോളാർ സെറ്റപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.